ഹായ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണിപ്പോൾ അടുക്കളയിൽ സാരി കൊടുത്ത് അടിപൊളിയായി മുല്ലപ്പൂക്കെ വെച്ചിട്ടുണ്ടോ കണ്ടോ നിൽക്കണത് അല്ലേ? വേറെ ഒന്നുമല്ല, നമുക്കിന്ന് കയറി താമസത്തിൻ്റെ ഫംഗ്ഷനിന്ന്. പക്ഷേ ചൂടോടെ ഒരു രക്ഷയില്ല. അവിടെ നിന്ന് ഇൻട്രോയും വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ കിട്ടിയ സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് നമ്മളെ വീട്ടിൽ വന്നിട്ട് അടുക്കളയിൽ തന്നെ ആയിക്കോട്ടെ വിചാരിച്ചു. കാരണം എവിടെ നിൽക്കാൻ വയ്യ, അടുക്കളയിൽ മാത്രമുള്ള ചെറിയൊരു ആശ്വാസം. അപ്പോൾ ഇവിടെ നിന്നിട്ട് തന്നെ പറയാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ ഇന്ന് നമ്മളെ കയറി താമസത്തിൻ്റെ ഫംഗ്ഷനൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞെന്ന് പറയാനായിട്ടില്ല കേട്ടോ. ഇവിടെ ഇപ്പോൾ 2 മണിയൊക്കെ ആയിട്ടുള്ള സമയം. അപ്പോൾ കുറച്ച് സമയം കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്നൊന്നും ഒരു രക്ഷയില്ല. കാരണം നമ്മൾ പുതിയ വീടിൻ്റെ അവിടെ ചുറ്റോട്ടത്തൊരു മരമോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ചുട്ട് പോകുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ വീട്ടിൽ വരാമെന്ന്. നമ്മൾ വീട്ടിലാകുമ്പോൾ നമുക്ക് സമയം ഉണ്ടാവില്ല എടുക്കാനേ, ഒന്നിനും സമയം ഉണ്ടാവില്ല. അപ്പോൾ എന്നാൽ വലിയ പണി ഉണ്ടാവില്ലേനു. കാരണം വർത്താനം പറഞ്ഞു അങ്ങനെ നിൽക്കും. അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും തോന്നില്ല. പിന്നെ നമുക്ക് സമയമാകും തോറും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് ടെൻഷനും കൂടും. അപ്പോൾ പിന്നെ വേഗം വന്നിട്ട് അങ്ങനെ വീഡിയോ എടുക്കുകയാണേ. എന്തെങ്കിലുമൊക്കെ അല്ലേ നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഒന്ന് കാണാനൊക്കെ പറ്റുള്ളൂ, കുടുംബക്കാർ. ഏട്ടൻ്റെ വീട്ടിലേക്ക് ഒരു വണ്ടി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എന്താ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയതാണ്. അപ്പോൾ പച്ചക്കറി വണ്ടിയാണ് കടയ്ക്കുള്ളത്. അപ്പോൾ വേണ്ടപ്പെട്ടവരൊക്കെ ഒന്ന് കാണാനൊക്കെ പറ്റുന്ന ഒരു ദിവസമാണല്ലോ അല്ലേ? എന്തെങ്കിലും പരിപാടിയൊക്കെ നമ്മുടെ കുടുംബത്തിലുണ്ടാവുമോ. അപ്പോൾ പിന്നെ ഓരോട് വർത്താനം പറയാനൊക്കെ അങ്ങനെ നിൽക്കും. അതിനിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ഓടിപ്പോയാനൊക്കെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് വിശദമായിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ രാവിലെ പോയി, ഒരു 5 മണിയൊക്കെ ആയപ്പോൾ പോയി. പിന്നെ ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, കുറച്ച് അടിപൊളി ഗായകരുണ്ട് ഗൈസ് ഞങ്ങളെ ഫാമിലിയിൽ. ഗൈസ് എന്നറിയാതെ വരുന്നതാണ് കേട്ടോ. പഠിച്ചു പോയതല്ലേ, മാക്സിമം ഞാൻ കുറയ്ക്കാൻ നോക്കാം. അപ്പോൾ കുറച്ച് അടിപൊളി ഗായകരുണ്ട്. അപ്പോൾ ഓരോ പാട്ടൊക്കെ ഞാൻ ഇന്നലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്തായാലും നാളെ അപ്ലോഡ് ചെയ്യാം. ഇന്നലെ ഞങ്ങൾ 2:30 അവിടെ നിന്ന് പോന്നപ്പോൾ അപ്പോൾ ഫുള്ള് ഗാനമേളയും DJ ഇട്ടിട്ട് ചാടിക്കളിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു വീഡിയോ നാളെ ചെയ്യാം. അപ്പോൾ ഇന്ന് ജസ്റ്റ് വെറുതെ ഒന്ന് കാണിച്ചു എന്ന് മാത്രം, അല്ല പ്രത്യേകിച്ച് കണ്ടന്റ് ബേസ് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. എന്താ അപ്പോൾ ആ ഗായകരെ വെച്ചിട്ടുള്ള വീഡിയോ നാളെ ചെയ്യാം. പിന്നെ എന്തൊക്കെയോ പറയണമെന്നുണ്ട് ഗൈസ്. പക്ഷേ ചുട്ട് പൊള്ള ദൈവേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്താവുന്നു ദൈവത്തിന് ഒരാൾക്ക് മാത്രമേ അറിയുള്ളൂ മഴേൻ്റെ കാര്യം. കുറച്ച് വെള്ളം കുടിക്കട്ടെ. എന്നും ഫ്രിഡ്ജിൽ വെള്ളം ഉണ്ടാവില്ല, ഇന്നും ഫ്രിഡ്ജിലും വെള്ളമില്ല. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. എല്ലാവരും വീഡിയോ കണ്ടിട്ട് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വേറെ ഒന്നല്ല, ശ്രദ്ധ അങ്ങോട്ട് കേന്ദ്രീകരിക്കാൻ പറ്റില്ല. റോട്ടിൽ കൂടെ ഒരേ വണ്ടി കാര്യങ്ങളൊക്കെ പോകുമ്പോൾ അറിയുന്ന ആരെങ്കിലും ആണോ, കാരണം അവിടെ എല്ലാവരും വന്നിട്ടില്ല. അപ്പോൾ അവിടെ ആരെങ്കിലും പോവുകയാണെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ അറിയാതെ അങ്ങോട്ട് നോക്കി പോവാണ് കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും അച്ഛനും ഇപ്പോൾ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പം ഞാൻ അങ്ങോട്ട് പോകും. ഇനിയിപ്പോൾ ഡ്രസ്സും കൊണ്ട് പോട്ടെ. എന്നാൽ പിന്നെ ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം പിന്നെ അവിടെ കുറച്ച് പാത്രം കഴുകാൻ അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചു. പിന്നെ ഒപ്പം തന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. എന്താ അറിയോ, വേറെ ഒന്നുമല്ല, രാവിലെ ഞാൻ 5 മണിയായപ്പോൾ പോയി. അവിടെ നെയ്ച്ചോറും കടായി എന്നിട്ട് അപ്പോൾ അത് ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ 5 മണിയായപ്പോൾ പോയി. പക്ഷേ പിന്നെ ഒരു 8-9 മണിയായപ്പോഴായിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയില്ല. പിന്നെ ഇവിടെ വന്ന് ഇവിടെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടിച്ചു തരാൻ, തുടയ്ക്കാൻ, പാത്രം കഴുകാൻ, പിന്നെ അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇവിടെ കിടക്കുന്നതോറും നമുക്കൊരു ടെൻഷനാണ്. അപ്പോൾ ഇന്നലെ ഫുൾ ബിസി അല്ലേ. ഒന്നാമത് പോസ്റ്റ് വൈസ് ഉണ്ടായിരുന്നു, വഴിക്കട വരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ എത്താൻ തന്നെ 4 മണിയായിട്ടോ. കാരണം ഒരുപാട് വർക്കുള്ളൊരു ഓഫീസാണ്, വലിയ ഓഫീസാണ്. അപ്പോൾ അത്യാവശ്യം എല്ലാ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരുക്കി വെച്ചതിന് ശേഷം ഇവിടെ വന്നു. പിന്നെ വന്നിട്ട് അലക്കാനൊന്നും എനിക്ക് സമയം കിട്ടിയില്ല. പിന്നെ അടിച്ചേരി തുടച്ചില്ല, കാരണം അമ്മ ഇന്നലെ ബിസി ചെയ്യുന്നു. അമ്മ ഇന്നലെ രാവിലെ ഇടയ്ക്കിടയ്ക്ക് പോയി അമ്മ അച്ഛനെ ചുറ്റിയാൽ കഴിഞ്ഞതിന് ശേഷം പിന്നെ കയറി താമസം വീട്ടിലൊക്കെ ഇരുന്നു. അപ്പോൾ ഇന്നലെ അടിച്ചേരി തുടയ്ക്കാം. അപ്പോൾ പിന്നെ ഇന്നും തുടയ്ക്കാതിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ രാവിലെ കുറേ സമയം വെയിറ്റ് ചെയ്തു, അതൊക്കെ വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ട്. പക്ഷേ ആയിട്ടും തുടങ്ങാൻ താമസിക്കുന്നു. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് പോകുന്നു. പിന്നെ ഇവിടെയുള്ള പണികളൊക്കെ ഒരുങ്ങിയതിന് ശേഷം ചെന്നപ്പോഴത്തേക്ക് അടുപ്പത്തായിട്ടുണ്ട്. നല്ലോണം വൈകിട്ടാണ് പോയത്, 11:30 ആയപ്പോഴാണ് പോയത്. അപ്പോൾ സ്വന്തം വീട്ടിലാകുമ്പോൾ അതൊന്നും നടക്കൂല എന്നപ്പോൾ ഞാൻ പറയണതിന് ചുരുക്കം കേട്ടോ. പിന്നെന്താ, ഇതേപോലെയുള്ള ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നന്നായിട്ട് നമുക്ക് വേണ്ടപ്പെട്ടവരെ മിസ് ചെയ്യും കേട്ടോ. കാരണം എന്താ പറയുക, എല്ലാവരും കൂടുമ്പോഴേ ഓരോ കുറവൊക്കെ ഒരു കുറവ് തന്നെയാണ്. അതാണെങ്കിലോ അനിയന്, പിന്നെ ഒരനിയന് 2 ദിവസം മുന്നേ വന്നു കേട്ടോ, 3 ദിവസം മുന്നേ വന്നു. അപ്പോൾ അന്ന് വേറൊരു അനിയന് വരാൻ നിന്നിരുന്നു. പക്ഷേ ഓനും എൻ്റെ ഇക്കാൻ പുതുക്കലൊന്നും റെഡിയായില്ല. അപ്പോൾ ഇന്നിപ്പോൾ പുലർച്ചയ്ക്ക് 3:30 ആകുമ്പോൾ വരും എന്നൊക്കെ പറയുന്നത്. പക്ഷേ മഴ കാരണം ഈ സമയം വരെ എത്തിയിട്ടില്ല. അപ്പോൾ അനിയത്തിക്കും കുടുംബത്തിനും ആ ഒരു ടെൻഷൻ, ഞങ്ങൾക്ക് പിന്നെ ഇവിടെ ഇല്ലാത്ത ടെൻഷൻ. അപ്പോൾ നമുക്ക് എന്താ പറയുക, അങ്ങനെ ഭയങ്കര സന്തോഷമാണ്. നമ്മളെ ഫാമിലി എല്ലാം കൂടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഫാമിലി മീൻസ് വേണ്ടപ്പെട്ടവരെല്ലാവരും, പിന്നെ അതേപോലെ തന്നെ എല്ലാവരും ഉണ്ടാവുമല്ലോ, അയൽവാസികൾ എല്ലാവരും കൂടി ഒരു ഫംഗ്ഷനൊക്കെ ആകുമ്പോൾ, നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷനൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ. പക്ഷെ എപ്പോഴും നമുക്കൊരു കുത്തലുണ്ടാവും.
കാരണം ഓരും കൂടെ ഇവിടെ വേണ്ടേ. ഇപ്പോൾ ഏട്ടല്ല, ബാബേട്ടല്ല, ഭയങ്കര അസ്വസ്ഥത, വെള്ളം കുടിച്ചതായിട്ടുണ്ട്. അപ്പോൾ ഏട്ടനും ബാബേട്ടനും ഇല്ല, പിന്നെ അനിയൻ വരും വിചാരിച്ചിരുന്നു, ഓനും ഇല്ല. അപ്പോൾ ഓൻ വരും കേട്ടോ, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എത്തും. പക്ഷെ നമ്മൾ ഫംഗ്ഷന് കൂടാൻ വേണ്ടിയിട്ട് എത്തിയിട്ടില്ല. അപ്പോൾ അതൊക്കെ നമുക്കൊരു വേദന തന്നെയാണ്. പക്ഷെ എന്നാലും സന്തോഷമുണ്ട്, അതിൻ്റെ ഇടയിൽ നമുക്കൊരു വേദനയാണ്. ഓരും കൂടെ ഉണ്ടാകുമ്പോഴാണ് എന്തിനൊരു പൂർണ്ണത വരിക അല്ലേ. അടിച്ചു പൊളിക്കാനൊക്കെ മനസ്സ് പറഞ്ഞിട്ട് അങ്ങോട്ട് ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിക്കണമെങ്കിൽ ഓരോ വേണം. അങ്ങനെയുണ്ടോ. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. എല്ലാവരും വീഡിയോ കണ്ടോക്കി. എന്നും ഈ വേദാന്തം പറഞ്ഞു തന്നെയാണ് വരുന്നത് അല്ലേ. പക്ഷെ ഈ വേദാന്തെങ്കിലും പറഞ്ഞ് കറക്റ്റ് ടൈമിൽ ഇട്ടില്ലെങ്കിൽ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ വേദാന്തമായിട്ട് വരുന്നത് കേട്ടോ. പിന്നെ പവിക്കുട്ടൻ ഒരാഴ്ചയ്ക്ക് ശേഷം ഇന്നലെ വിരുന്ന് പോയി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ശരി കേട്ടോ. ഇപ്പോൾ ഫുൾ പ്ലാനിങ്ങിലെ മോഡലിങ് കേട്ടോ. കാരണം എന്താ പറയുക, ഇവിടെ ഞാൻ പറഞ്ഞുതരാം, പൊട്ടിടൂല. പൊട്ടിട്ട് കൊടുത്താൽ പൊട്ട് വേണ്ട, ചന്ദനം വേണ്ട, ഒന്നും വേണ്ട. മുടിയൊക്കെ വെച്ചിട്ട് പറയുന്ന രീതിയിൽ കെട്ടണം. ചന്ദനം ഇടുന്ന കുറച്ചൊക്കെ ഇഷ്ടമാണ്, പക്ഷെ പൊട്ടിടൂല. ലിപ്സ്റ്റിക്കൊക്കെ ഒരു 5-6 വട്ടൊക്കെ ഉണ്ട്. ലിപ്സ്റ്റിക്ക് കണ്ണെഴുതി. ഇന്റെ ഈ മേക്ക് ഓവർ ഒരാൾക്കുണ്ട്, അതിന്റെ ക്രെഡിറ്റ് വേറെ ആൾക്കല്ല, ശില്പക്കുട്ടിക്ക്. ഓളാണ് നിന്നെ മേക്കപ്പ് ചെയ്ത് തന്നെ. ഭംഗിയുണ്ടെങ്കിൽ ഒന്ന് കമന്റ് എഴുതണേ. കണ്ണൊക്കെ എഴുതി തന്നു, പിന്നെ മുല്ലപ്പൂ വെച്ച് തന്നു, അത്രയും ചെയ്ത് തന്നു കേട്ടോ, കണ്ണെഴുതി തന്നു. അപ്പോൾ പിന്നെ അതേപോലെ ക്രീമൊക്കെ തേച്ചു. ഏതൊക്കെയാണ് തേക്കേണ്ടതെന്ന് പറഞ്ഞാൽ അതൊക്കെ തേച്ചു. ഫുൾ ക്രെഡിറ്റ് ശില്പക്കുട്ടിക്ക് കേട്ടോ.